വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമുക്ക് രാമഗീത തുടരാം. ഉത്തരകാണ്ഡം 5-ാം സർഗം നമ്മൾ 34-ാമത്തെ ശ്ലോകം ചെയ്തു. ഇനി തത്വങ്ങൾ തന്നെയാണ് മുഴുവൻ, ഗഹനമായ തത്വങ്ങളാണ്. എനിക്കത് പറയാനൊന്നും അർഹതയില്ലെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടത് പറയാൻ ശ്രമിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 35 ചെല്ലാം. കദാചിതാത്മാ ന മൃതോ ന ജായതേ ന ക്ഷീയതേ നാഭിവിവർദ്ധതേ നവഃ നിരസ്ത സർവാതിശയഃ സുഖാത്മക സ്വയം പ്രഭ സർവഗതോയമദ്വയഃ. അനവഹ ആത്മാ, അതായത് പുതിയത്, ആത്മാവിന് പുതിയത് പഴയതൊന്നും ഇല്ലല്ലോ. അതാണ് അനവ എന്ന് പറഞ്ഞ. വിവർദ്ധതേ നവ, അനവ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയതല്ലാത്ത, നവമല്ലാത്ത അല്ലെങ്കിൽ പുതിയതല്ലാത്ത ആത്മാവ് കഥാചിത് ഒരു കാലത്തും ന മൃത, മരിക്കലും ഇല്ല, ജനിക്കലില്ല. പുതിയതാവുക പറഞ്ഞാൽ എന്താ? ജനിക്കുക അല്ലേ? അല്ലെങ്കിൽ ഒരു പുഷ്പം ഉണ്ടാവുക, അതാണല്ലോ. അപ്പോൾ അതില്ലാച്ചാൽ ഉണ്ടാവലില്ല, അല്ലെങ്കിൽ ജനിക്കലില്ലാച്ചാൽ പിന്നെ മരണമില്ല, മരണമില്ല. എന്നാൽ ജായതേ, ജനിക്കുന്നതുമില്ല, അതാ പറഞ്ഞത്. ജനിക്കുന്നില്ല, അപ്പോൾ പുതിയതല്ല, പഴയതല്ല, മരിച്ചിട്ടില്ല, ജനിക്കണില്ല. ന ക്ഷീയതേ, ക്ഷയമില്ല, ക്ഷയിക്കണില്ല. നാഭി വിവർദ്ധതേ, വർധനവുമില്ല. നിരസ്ത സർവാദിശ, അതായത് എല്ലാ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തത്ര സർവാതിശയത്തോടു കൂടിയവനും, സുഖാത്മകം സുഖസ്വരൂപനും, സ്വയംപ്രകാശസ്വരൂപനും, സർവഗത എല്ലാ ദിക്കിലും ഓൾ പെർവേഡിങ് ആയിട്ടുള്ളവനും, അദ്വയ ഏകനും ആകുന്നു. അതായത് എന്താ പറയുക പറയണതിലേ, ഈ ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു വ്യത്യാസം പറയുകയാണ്. എന്താ വെച്ചാൽ ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യത്യാസം അത് നോക്കിയാൽ നമുക്ക് ആത്മാവിനെ അറിയാറ് എളുപ്പമാണ്. ശരിക്കും തന്നെ കേട്ടോ, പറയണ പോലെ തന്നെയാണ്. പക്ഷെ നമുക്കത് ബോധ്യമാവണം ഞാൻ ആത്മാവാണ്, അത്രയേ ഉള്ളൂ. ആത്മാവും അനാത്മാവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം, അല്ലെങ്കിൽ എന്താ വ്യത്യാസം വെച്ചാൽ ഈ ആത്മാവ് ഒഴിച്ച് ഈ കാണുന്ന പ്രപഞ്ചത്തിലത്തെ, ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ എല്ലാം തന്നെ അനിത്യമാണ്, ഇറ്റേണലല്ല, അല്ലെങ്കിൽ അനശ്വരമല്ല. ആത്മാവ് മാത്രമേ നിത്യം ഉള്ളൂ എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അതായത് അതാണ് പറഞ്ഞത്, ആത്മാവ് പുതിയതല്ല, ജനനമില്ല, മരണമില്ല. അതായത് ജന്മം കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മരണമില്ല, പുതിയതാവലും ഇല്ല. അപ്പോൾ എപ്പോഴും ഒരുപോലെയാണ്. പുതുമയില്ലാച്ചാൽ എന്താ പറയുക? പുതുമയില്ലാച്ചാൽ എന്താ? പഴമയില്ല അല്ലേ? ജീർണിക്കലും ഇല്ല. പുതുമയില്ലാച്ചാൽ ജീർണിക്കുന്ന സ്വഭാവവും ഇല്ല. പിന്നെ ഈ ജഗത് സ്വപ്ന സുഷുപ്തി അവസ്ഥ ഇല്ല പറഞ്ഞില്ലേ നമ്മൾ? അവസ്ഥാത്രയത്തിന് അതീതാണെന്ന് പറഞ്ഞൂല. ആ അവസ്ഥാഭേദം ഇല്ലാത്തതുകൊണ്ട് മാറ്റങ്ങളും ഇല്ല. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴാണല്ലോ നമുക്ക് മാറ്റങ്ങളൊക്കെ വരണേ. അവസ്ഥാത്രയത്തിന് അതീതമായതുകൊണ്ട് പരിണാമമില്ല. അപ്പം ആത്മാവിന് ജനനമില്ല, മരണമില്ല, പരിണാമമില്ല, ക്ഷയമില്ല, വൃദ്ധിയില്ല, നാശമില്ല. ഇത് ബാക്കി എല്ലാറ്റിനും ഉണ്ട്. ഒരു കാലത്തും ഇല്ല ആത്മാവിന്. ആത്മാവിനേക്കാൾ മഹത്തായിട്ട് ഇനി ഈ ലോകത്തിൽ യാതൊന്നുമില്ല. ആത്മാവ് ആനന്ദസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്. ആത്മാവിൻ്റെ സ്വരൂപം തന്നെ ആനന്ദമാണ്. ആത്മാവ് സ്വയം പ്രകാശസ്വരൂപനാണ്. അതായത് ഇപ്പോൾ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോഭാന്തി കുതോയം അഗ്നി. ചന്ദ്രനിലത്തെയും സൂര്യനിലത്തെയും അഗ്നിയിലത്തെയും
എല്ലാം പ്രകാശത്തിൻ്റെ കാരണം ഈ ബ്രഹ്മം ആത്മാവാണ്. ഈ ആ ചൈതന്യത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് ഇന്നതത്ര സൂര്യോപാധി. സൂര്യൻ പ്രകാശിക്കില്ല, ഇന്ന് ചന്ദ്രനും ഇല്ല, അഗ്നിയില്ല. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. തന്നെ സ്വയം സ്വരൂപനാണ്. ആ സ്വയം പ്രകാശ സ്വരൂപൻ്റെ പ്രഭ കൊണ്ട് ബാക്കിയെല്ലാം പ്രകാശിക്കുന്നു. അപ്പോൾ ഭഗവാൻ, അതായത് ഈ സൂര്യചന്ദ്ര അഗ്നിയൊക്കെ പ്രകാശിക്കുന്ന ഭഗവാന്റെ ആത്മാവായിട്ടുള്ള പ്രഭയെ ആശ്രയിച്ചിട്ടാണ്. പ്രത്യേകാത്മാവ്, അതായത് ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് ഭിന്നനല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അയമാത്മാ ബ്രഹ്മ, അതാണ് വേറൊരു വാക്യം. അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാവ്, പ്രത്യേകാത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു, അല്ലെങ്കിൽ നമ്മളെ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാകുന്നു. അയമാത്മാ ബ്രഹ്മ എന്ന് അതാണല്ലോ. അപ്പോൾ ആ ഒരു വാക്യമാണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം. അതുകൊണ്ട് ആത്മലാഭത്തിന് മീതെ നമുക്ക് യാതൊരു ലാഭമില്ല. ആത്മലാഭമാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ലഭിക്കാനില്ല. എന്നാൽ ആത്മാവ് നമുക്കില്ലേ, ശരിക്കും ലഭ്യമാണ്. നമുക്ക് ലഭിച്ചതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പം ഈ മറ മാറ്റി ആത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാകുന്നതിൽ കവിഞ്ഞ്, ആത്മസാക്ഷാത്കാരത്തിൽ കവിഞ്ഞ് നമുക്ക് മറ്റൊന്നും നേടാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആത്മാവ് അനശ്വരാണ്. പിന്നെയോ ജനനം മരണം പരിണാമം ക്ഷയം വൃദ്ധി നാശല്യ, ബാക്കി എല്ലാറ്റിനും അതൊക്കെ ഉണ്ട്. ആനന്ദസ്വരൂപനാണ്, മറ്റതല്ല. ഈ ആത്മാവില്ലെങ്കിൽ അതില്ല. അപ്പം നമ്മൾ ജീവാത്മാവില്ലെങ്കിൽ ചൈതന്യം മറ്റേ ജഡശരീരമല്ലേ. അപ്പോൾ ആത്മാവ് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കണോ അല്ലേ, അതുകൊണ്ട്. പിന്നെയോ അയമാത്മാ ബ്രഹ്മ എന്നുള്ളത് തന്നെയാണ്. ഈ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ്. അങ്ങനെ മനസ്സിലാവുന്ന ആ ആത്മസാക്ഷാത്കാരത്തിന് മീതെ യാതൊന്നുമില്ല. ഓക്കെ, ഇനി 35 കഴിഞ്ഞാൽ 35 വായിച്ച് 36 പോവാം. കഥാചിതാത്മാനമൃതോ ന ജായതേ ന ക്ഷീയതേ നാഭിവിവർദ്ധതേ നവ നിരസ്ത സർവാതിശയസുഖാത്മക സ്വയം പ്രഭ സർവഗതോയമദ്വയ. എല്ലാ ദിക്കിലും സർവ്വവ്യാപി സർവഗതം ആണ്, അദ്വയനാണ് അല്ലേ, രണ്ടാമതൊന്നില്ല. ഇനി 36 ഏവം വിധേ ജ്ഞാനമയേ സുഖാത്മകേ കഥം ഭവോ ദുഃഖമയ പ്രതീയതേ അജ്ഞാനതോധ്യാസവശാൽ പ്രകാശതേ ജ്ഞാനീ വിലീയേത വിരോധതക്ഷണാത്. ഏവം വിധേ, ഇതുപോലെയൊക്കെ ഇപ്രകാരമൊക്കെ ഇരിക്കുന്നതും ജ്ഞാനമയേ ജ്ഞാനസ്വരൂപവും സുഖാത്മകേ ആനന്ദസ്വരൂപവും ആയിട്ടുള്ള ആത്മാവിൽ ദുഃഖമയ ഭവ, ഈ ദുഃഖം നിറഞ്ഞ സംസാരം, ഭവഞ്ച സംസാരം അല്ലേ, ദുഃഖം നിറഞ്ഞ ദുഃഖമയ സംസാരം കഥം പ്രതീയതേ എങ്ങനെ തോന്നും? എങ്ങനെയാണ് നമുക്ക് ഈ ദുഃഖമായ സംസാരം ഉണ്ടോ തോന്നണേ ഈ ആനന്ദസ്വരൂപനും ജ്ഞാനസ്വരൂപനുമായ ആത്മാവിൽ? ഒറ്റ കാരണം, അജ്ഞാനതഃ അധ്യാസവശാത് പ്രകാശത്തെ. അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന അധ്യാസം നമ്മൾ ആരോപിക്കുകയാണ് ഭഗവാനിൽ, അല്ലെങ്കിൽ ആത്മാവിൽ ആരോപിക്കുകയാണ് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കാരണമാണ് അത് നമുക്ക് തോന്നണത്. വിരോധത ജ്ഞാനേക്ഷണാത് വിലീയതേ. ഈ വിരോധം കൊണ്ടാണ് നമുക്ക് എന്താ വിരോധം? അതായത് അജ്ഞാനം കൊണ്ട് നമ്മൾ അധ്യാസം കാരണമാണ്. അതുകൊണ്ടുണ്ടാവുന്ന ഈ നമുക്കുണ്ടാവുന്ന തോന്നലുണ്ടല്ലോ, അത് ജ്ഞാനം കൊണ്ട് ക്ഷണം ഇല്ലാതെയാവും. അതായത് എന്താ പറയണ വെച്ചാൽ, ഈ യാതൊരു തരത്തിലുള്ള പരിണാമവും വികാരവും ഇല്ലാത്തതും ജ്ഞാനാനന്ദസ്വരൂപവുമായ ആത്മാവിൽ ഈ ദുഃഖമയമായ സംസാരത്തിൻ്റെ പ്രതീതി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവണം എന്നാണല്ലോ ചോദ്യം അല്ലേ. ശരിയാണ്, അത് മാത്രമേ ഉള്ളൂ, അദ്വയാണ്, ഏകാണ്, ജ്ഞാനാനന്ദ സ്വരൂപനാണ്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് തോന്നുന്നു ഈ സംസാരത്തിൻ്റെ പ്രതീതി നമുക്ക് എങ്ങനെ ഉണ്ടാവണു എന്ന് ചോദിച്ചാൽ, ആത്മസ്വരൂപം നമുക്ക് നന്നായിട്ട് അറിയില്ല
ആത്മവിസ്മൃതി തന്നെയാണ് കാരണം. ആത്മസ്വരൂപം നന്നായി അറിയായക കൊണ്ട് മാത്രമാണ് ഈ ദേഹാഭിമാനം നമുക്ക് ഉണ്ടാവണതും ദേഹം ഞാനാണെന്നും എൻ്റെന്നും ഉള്ള ആ അധ്യാസം നിമിത്തമാണ് നമുക്ക് ഈ സംസാര പ്രതീതി ഉണ്ടാവണം. എന്നാൽ അതിൻ്റെ നാശം എങ്ങനെയാണ്? നമുക്ക് ആ സംസാര പ്രതീതിയുടെ നാശം എങ്ങനെയാണ് ഉണ്ടാവുക? അജ്ഞാനത്തിൻ്റെ ശത്രുവായിട്ടുള്ള ജ്ഞാനം ഉദിച്ചാൽ അത് തൽക്ഷണം നശിക്കും. ഇരുട്ട് അന്ധകാരം വെളിച്ചം വന്നാൽ നശിക്കില്ലേ? അതുപോലെ ഈ അജ്ഞാനത്തിൻ്റെ ശത്രുവായിട്ടുള്ള ജ്ഞാനം ഉദിച്ചാൽ, ജ്ഞാനം ഉണ്ടായാൽ, അപ്പോൾ നമുക്ക് ഞാൻ ദേഹാദികളെ ഞാനും എൻ്റെ എന്നുള്ള അധ്യാസം കൊണ്ടുണ്ടാവുന്ന ആ സംസാര പ്രതീതിയും നശിക്കും. അല്ലേ? വെളിച്ചം വന്നാൽ ഇരുട്ട് നീങ്ങണ പോലെ, അല്ലെങ്കിൽ കയറാണെന്ന് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായപ്പോൾ നമുക്ക് സർപ്പമാണെന്ന ഭയം നീങ്ങുന്നത് പോലെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഉടനെ ഈ സംസാരം ആത്മാവിൽ ലയിക്കും. ആ അധ്യാസം ഇല്ലാതെയാവും. ഞാൻ ദേഹമാണെന്നും എൻ്റേതെന്നുള്ള വിചാരം ആത്മസാക്ഷാത്കാരം ലഭിച്ച ഉടനെ ഈ സംസാരം എന്ന് പറഞ്ഞ് നമുക്ക് പ്രതീതി ഉണ്ടല്ലോ, ആ സംസാരത്തിൻ്റെ പ്രതീതി ജ്ഞാനം ലഭിച്ചാൽ ഉടനെ അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ ആത്മാവിൽ ലയിക്കും. അപ്പം എന്താ വെച്ചാൽ ഈ അജ്ഞാനത്തിന് ഒരു മരുന്നേ ഉള്ളൂ, ജ്ഞാനം. ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നശിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അജ്ഞാനം എന്താണ്? ഞാൻ ദേഹമാണെന്ന് വിചാരിക്കണത്, അല്ലേ? അഹന്തയും മമതയും, അതാണ് നമ്മുടെ ആ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് സംസാരം ഉണ്ടെന്ന് പ്രതീതി തോന്നണതേ. ആ അജ്ഞാനം നശിക്കണമെങ്കിൽ ജ്ഞാനം തന്നെ ഉണ്ടാവണം. എന്താ ജ്ഞാനം? ഞാൻ ആത്മാവാണ്, ആത്മാവ് മാത്രമേ ഉള്ളൂ, അയം ആത്മാ ബ്രഹ്മ എന്ന് ബോധ്യമാവണം, അനുഭവമാവണം. എന്നാ കഴിഞ്ഞു. അതാണ് പറഞ്ഞത്. ഏവം വിധേ ജ്ഞാനമയേ സുഖാത്മകേ കഥം ഭവോ ദുഃഖമയ പ്രതീയതേ അജ്ഞാനതോധ്യാസവശാൽ പ്രകാശതേ ജ്ഞാനേ വിലീയേത വിരോധതക്ഷണാൽ. 37. യദന്യതന്യത്ര വിഭാവ്യതേ ഭ്രമാദധ്യാസമിത്യാഹുരമും വിപശ്ചിതഃ അസർപ്പഭൂതേ ഹി വിഭാവനം യഥാ രജ്വാദികേ തദ്വതപീശ്വരേ ജഗൽ. പിന്നെയും നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഭ്രമാദ് അതായത് ഭ്രമം, അതായത് മായാഭ്രമം കാരണം അന്യത്തിനെ അന്യത്ര മറ്റൊന്നിൽ, അപ്പോൾ വേറൊന്നിനെ മറ്റൊന്നിൽ വിഭാവ്യതേ യത് അറിയപ്പെടുന്നു എന്നത് യാതൊന്നോ അമും ഇതിനെ വിപശ്ചിത അധ്യാസം എന്ന് ആഹു വിദ്വാൻമാർ പറയുന്നു. പിന്നെന്താ പറയണത്? അതങ്ങനെ പറയുന്നു അല്ലേ? പിന്നെ അസർപ്പഭൂതേ രജ്വാദികെ, സർപ്പമല്ലല്ലോ കയറ്, സർപ്പമല്ലാതിരിക്കുന്ന കയറിൽ സർപ്പമുണ്ടെന്ന് ഭാവന ചെയ്യുന്നത് പോലെ, അതാണ് അസർപ്പഭൂതേ രജ്വാദികെ. സർപ്പമല്ലാത്ത കയറിൽ സർപ്പം വിഭാവനം ചെയ്യുന്നില്ലല്ലോ, അതുപോലെ ആ സർപ്പമാണെന്ന് തോന്നുന്ന പോലെ ഈശ്വരനിൽ ജഗത് വിഭാവ്യത, ജഗത്ത് അറിയപ്പെടുന്നു. എന്താ പറയുക വെച്ചാൽ, ഈ ആത്മാവിൽ നമുക്ക് സംസാരമുണ്ടെന്ന് തോന്നുന്ന പ്രതീതി അധ്യാസം കൊണ്ടാണെന്ന് പറഞ്ഞുല്ലോ നമ്മൾ. ആ അധ്യാസം വെച്ചാൽ എന്താ എന്നാണ് പറയുന്നത്. അതായത് ഈ മായാഭ്രമം കൊണ്ട് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് ധരിക്കുന്നതിനെയാണ് അത്ര അധ്യാസം എന്ന് പറയുക. അതാണ് മായയ്ക്ക് 2 എണ്ണം ഉണ്ടെന്ന് പറയണത്. ആവരണവും അധ്യാസമുണ്ട്. ആദ്യം മായ ഈ ആത്മാവിനെ മറയ്ക്കും, എന്നിട്ട് പിന്നെ ആ സ്ഥാനത്ത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് ധരിക്കുകയാണ്. എന്നിട്ട് ആത്മാവിനെ പ്രപഞ്ചമായിട്ട് ധരിക്കുകയാണേ, അതിനാണ് അധ്യാസം എന്ന് പറയണത്. ഇപ്പോൾ സർപ്പം അല്ലാത്ത കയറ് സർപ്പമാണെന്ന് നമുക്ക് തോന്നണ പോലെ നമ്മൾ ഈശ്വരനെ ഉള്ളൂ അവിടെ, പക്ഷെ അതിൽ നമ്മൾ ജഗത്തിനെ കാണുകയാണ് ഭ്രമം കൊണ്ട്.
പേടിയുണ്ട്. നമ്മൾ അങ്ങനെ നമുക്ക് പിന്നെ എന്തോ ഒരു ഭ്രമം കൊണ്ടാണ് നമ്മൾ സർപ്പാണെന്ന് വിചാരിക്കണത് കയറ് കണ്ടിട്ടേ, അല്ലേ? അതേപോലെ ശരിക്കും ഈശ്വരൻ തന്നെ ഉള്ളൂ. പക്ഷെ ഈശ്വരനിലെ ആ ജഗത്തിനെ നമ്മൾ കാണുകയാണ്. അതായത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കാണുന്ന ആ ഒരു പ്രതിഭാസത്തിനാണ് അധ്യാസം എന്ന് വിദ്വാൻമാർ പറയണത് കേട്ടോ. ഒരു വസ്തുവിനെ തെറ്റിദ്ധരിച്ച് മറ്റൊരു വസ്തുവായി കാണുന്ന പ്രതിഭാസത്തെയാണ് അധ്യാസം. അതാണ് നമ്മൾ ചെയ്യണത്. കയറിനെ സർപ്പമായി കാണുന്ന പോലെ പരബ്രഹ്മത്തിനെ ജഗത്തായി കാണുകയാണ്. അത് ആത്മജ്ഞാനം ഇല്ലായത് കൊണ്ടാണ് നമ്മൾ ഈ ജഗത്ത് സത്യമാണെന്ന് നമുക്ക് തോന്നുന്നു. അതായത് ഈ കയറ് പാമ്പാന്ന് തോന്നുമ്പോൾ അത് കയറാണെന്ന് മനസ്സിലാവുന്നത് വരെ നമുക്ക് പാമ്പ് സത്യമായിട്ടുണ്ടെന്ന് തോന്നും, ഇല്ലേ? അപ്പോൾ പരമാത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാകുന്നത് വരെ നമുക്ക് ഈ സംസാര പ്രതീതിയുണ്ട്. കയറാണെന്ന് മനസ്സിലാകുന്നത് വരെ സർപ്പഭ്രമുണ്ട്. അതേപോലെ നമ്മൾ ആത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാവുന്നത് വരെ സംസാരഭ്രമുണ്ട്, അല്ലെങ്കിൽ ദേഹാഭിമാനമുണ്ട്. അതാണ് വളരെ വളരെ ഇതായിട്ട് പറഞ്ഞു അല്ലേ? നമ്മൾ പാമ്പിനെ വിഭാവനം ചെയ്യാണ് പിന്നെ കയറുമ്പിലേ. അങ്ങനെ ഒരു വസ്തുവിനെ അങ്ങനെ വിഭാവനം ചെയ്ത വേറൊരു വസ്തുവായി കാണുകയാണ്. അതാണ് അധ്യാസം. അതന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ആത്മാവാണ്, പക്ഷേ അത് മറന്നിട്ട് ആത്മാവല്ല സംസാര പ്രതീതി, അതിൻ്റെ ആ ആത്മാവിനെ ജഗത്തായിട്ട് കാണുക. അത് ഇല്ലാതെയായാൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുള്ളൂ. അപ്പോൾ ഈശ്വരനിൽ ജഗത്തിനെ കാണുകയാണ്. അപ്പം ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ജഗത്ത് സത്യമാണെന്ന് തോന്നുകയും ചെയ്യും. അപ്പം ഇനി 37 വായിച്ച് 38. യദന്യതന്യത്ര വിഭാവ്യതേ ഭ്രമാദധ്യാസമിത്യാഹുരമും വിപശ്ചിതഃ അസർപ്പഭൂതേഹി വിഭാവനം യഥാ. അതാണ് ഈ സർപ്പാണെന്ന് വിഭാവനം ചെയ്യാണ്. രജ്വാദികേ തദ്വദപീശ്വരേ ജഗത്. അതേപോലെ നമ്മൾ ഈശ്വരൻ ജഗത്തിനെ അധ്യാസം ചെയ്യണു, അല്ലെങ്കിൽ ജഗത്തിനെ കാണു. അപ്പോൾ ജഗത്ത് സത്യമാണെന്ന് നമുക്ക് വിചാരിക്കും. മറ്റത് നമുക്ക് അറിയണ വരെ പാമ്പ് സത്യം തോന്നൂലോ, ശരിക്കും പാമ്പല്ലെങ്കിലും. അതുപോലെ വികൽപ്പമായ രഹിതേ ചിദാത്മകേഹങ്കാര ഏഷ പ്രഥമ പ്രകൽപ്പിത അധ്യാസ ഏവാത്മനി സർവകാരണേ നിരാമയേ ബ്രഹ്മണി കേവലേ പരേ. വികൽപ്പമായ രഹിതേ, വികൽപ്പത്തിന് കാരണമായിട്ടുള്ള മായാ സംബന്ധം ഇല്ലാതിരിക്കുന്നതും രഹിതം എന്ന് പറഞ്ഞുല്ലോ. വികൽപ്പമായ രഹിതേ, അതായത് വികൽപ്പത്തിന് കാരണമായ മായയുടെ സംഘമില്ലാതെയും ചിദാത്മകെ ചിൽ സ്വരൂപവും സർവകാരണേ സർവത്തിനും കാരണവും, അല്ലേ, ഭഗവാൻ പരബ്രഹ്മം, നിരാമയെ ഒരാമയങ്ങളും ദുഃഖം സ്പർശിക്കാത്തതും, കേവലെ ശുദ്ധവും, പരേ എല്ലാറ്റിനും മീതെ, പരം ചന്ത അങ്ങേയറ്റം, ബ്രഹ്മണി ബ്രഹ്മത്തിൽ അഹങ്കാരം പ്രഥമാ പ്രകൽപ്പിത ഒന്നാമതായിട്ട് കൽപ്പിക്കപ്പെട്ടു. അതെന്താ പറയണ വെച്ചാൽ ആത്മാവിൽ നമുക്ക് ജഗത്തുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞുല്ലോ, ഈ രജ്ജുവിൽ സർപ്പുണ്ടാവണ പോലെ. അത് ആ അധ്യാസം ഏത് വിധമാണെന്ന് പറയുകയാണ്. ആ ഏത് വിധമായിട്ട് അധ്യാസമാണ് നമുക്ക് ഇതിങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം എന്ന്. അതായത് നമ്മുടെ ഈ സങ്കല്പ വികല്പങ്ങൾക്കൊക്കെ കാരണം മായയാണ്. ഈ സങ്കല്പ വികല്പങ്ങൾക്ക് കാരണമായിരിക്കുന്ന മായയായിട്ട് ഒരു സംബന്ധം ഇല്ലാത്തതും ജ്ഞാനസ്വരൂപവും, അല്ലേ, ഭഗവാൻ പരബ്രഹ്മം സർവത്തിനും കാരണവും, ദുഃഖം തൊടാത്തതും ദുഃഖസ്പർശമില്ലാത്തതും ആനന്ദസ്വരൂപമായതും യാതൊരു തരത്തിലുള്ള വികാരങ്ങളില്ലാത്തതും കാണാൻ സാധിക്കാത്തതും എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നതുമായ ആത്മാവിൽ ആദ്യമായിട്ട് എന്താ ഉണ്ടാവുകയോ, ആദ്യ അഹങ്കാരമാണ് ജനിക്കുന്നത്, ഞാൻ എന്ന ഭാവം. ആ ഞാൻ എന്ന ഭാവമാണ് ഈ സംസാരത്തിൻ്റെ മുഴുവൻ കാരണം.
അതാണ്. ഇതൊന്നുമില്ലാത്ത ആത്മാവിൽ ഞാൻ വേറെ, ഞാൻ എന്നൊരു വിചാരം ഉണ്ടാവുകയാണ്. ശരിക്കും രണ്ടാമതില്ലേ? അതാണ് ഇതിൽ പറഞ്ഞത്. ഈ മായയുടെ സംബന്ധം തന്നെ ഇല്ല. മായയെന്ന് വേറിട്ട് നിൽക്കുന്ന ശക്തിയാണ് പരബ്രഹ്മം അല്ലേ? അതാണ് മായയിലാണ് ഈ സങ്കല്പ വികല്പങ്ങൾ. അങ്ങനെ സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാക്കുന്ന മായയിൽ നിന്ന് വേർപെട്ടിരിക്കുന്നതും കാരണങ്ങളുടെ കാരണവും അല്ലേ? അതായത് എല്ലാറ്റിനും കാരണവും ജ്ഞാനസ്വരൂപനും ദുഃഖസ്പർശമില്ലാത്തതും ആനന്ദസ്വരൂപമായതും ഒരു തരത്തിലുള്ള വികാരങ്ങൾക്കും ഇല്ലാത്തവനും കാണാൻ സാധിക്കാത്തതും ദൃശ്യമല്ല എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നതുമായ ആത്മാവിൽ ആദ്യമായിട്ടുണ്ടാവണ കാര്യം എന്താ? അഹങ്കാരം. അവിടെയാണ് ആ അഹങ്കാരമാണ് ഞാൻ എന്ന ഭാവമാണ് നമ്മുടെ ഈ സംസാരത്തിന് മുഴുവൻ കാരണം എന്നാണ് ഇതിൽ പറഞ്ഞത്. വികൽപ്പമായ രഹിതേ ചിദാത്മകേ അഹങ്കാര ഏഷ പ്രഥമ പ്രകൽപ്പിത അധ്യാസ ഏവാത്മനി സർവകാരണേ നിരാമയേ ബ്രഹ്മണി കേവലേ പരേ. ഇനി അതുകൂടി ചെയ്യാമെന്ന് വയ്ക്കുക. ഇച്ഛാദിരാഗാദി സുഖാദിധാർമ്മികാഃ സദാധിയ സംസൃതിഹേതവ പരേ യസ്മാൽ പ്രസുപ്തൗ തദഭാവതഃ പര സുഖസ്വരൂപേണ വിഭാവ്യദേഹിനഃ. ഇച്ഛാദിരാഗാദി സുഖാദിധാർമ്മികാഃ ധിയ. അതായത് ഇച്ഛ, രാഗദ്വേഷം, സുഖം മുതലായിട്ടുള്ള നമുക്കതൊക്കെ ബുദ്ധിയിലാണ്. നമ്മുടെ ബുദ്ധിയുടെ വൃത്തികളാണ് ആഗ്രഹങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങളൊക്കെ ബുദ്ധിയിലത്തെ ബുദ്ധിവൃത്തികളാണ്. സദാ പരേ സംസൃതി ഹേതവ. അതെപ്പോഴും പരനായ ആത്മാവിൽ അത് കാരണമാണ് നമുക്ക് സംസാരത്തിൻ്റെ ഹേതു തന്നെ ഇതാണ്, ഈ ബുദ്ധിയിൽ ഉദിക്കുന്ന പ്രവൃത്തികൾ. യസ്മാൽ അത് കാരണം പ്രസുപ്തവും സുഷുപ്തിയിലേ നമ്മൾ ഉറങ്ങുമ്പോൾ തദഭാവത ബുദ്ധി പ്രവർത്തിക്കുന്നില്ലല്ലോ, ബുദ്ധിയൊക്കെ നമുക്ക് അടങ്ങൂലോ ഡീപ്പ് സ്ലീപ്പിലേ. പരമാത്മാവ് എന്നാ നമ്മളാൽ സുഖസ്വരൂപേണ ആനന്ദരൂപമായിട്ട് വിഭാവ്യത. അതാണ് നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടാവണത്. നമ്മൾ പറയൂലോ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പോലും അവിടെ ഇല്ല, ബുദ്ധി മനസ്സൊന്നുമില്ല അവിടെ. പിന്നെ എങ്ങനെ സുഖം അനുഭവിച്ചത്? അതന്നെയാണ് അത്ഭുതം അല്ലേ? ബുദ്ധിവൃത്തികളാണ് ഈ സംസാരത്തിന് കാരണം. ബുദ്ധിയിലത്തെ വൃത്തികളെ, അതായത് ബുദ്ധിനിഷ്ഠാണ് സംസാരം, അങ്ങനെ പറയാം. ബുദ്ധിനിഷ്ഠാണ് സംസാരം, പക്ഷേയോ ആത്മനിഷ്ഠ അല്ല. ഈ സർവസാക്ഷിയായിട്ടുള്ള പരമാത്മാവിൽ നമുക്ക് ഈ സംസാരം ഉണ്ടെന്ന്, ആ സംസാരത്തിൻ്റെ പ്രതീതിക്കുള്ള കാരണം എന്താണ്? നമുക്ക് ഈ ആഗ്രഹങ്ങൾ, രാഗദ്വേഷം, സുഖം ദുഃഖം, ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളോട് കൂടിയ ബുദ്ധി തന്നെയാണ് അതിന് കാരണം. എപ്പോഴും ദ്വന്ദ്ങ്ങളുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, പിന്നെ ആഗ്രഹമുണ്ട്, അത് ഉപേക്ഷിക്കാൻ ത്യാഗമുണ്ട്, രാഗമുണ്ട്, ദ്വേഷമുണ്ട്. ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളാണ് ബുദ്ധിവൃത്തികൾ. ദ്വന്ദ്വധർമ്മമാണ് ഈ ബുദ്ധിവൃത്തികളൊക്കെ. അപ്പോൾ വൃത്തികളുള്ളപ്പോൾ സംസാരം നമുക്ക് അനുഭവപ്പെടും. പക്ഷെ ബുദ്ധിവൃത്തികളെല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ സുഷുപ്തിയിൽ, ഡീപ്പ് സ്ലീപ്പിൽ പരമാത്മാവിനെ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി. അതുകൊണ്ടാണ് ഉണർന്നു വന്നിട്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയെന്ന് ഉള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവണതേ. ഉറങ്ങുന്ന സമയത്തിൽ അനുഭവിച്ച ആ ആനന്ദം നമ്മൾ ഉണർന്നാലും കൂടി ഓർമ്മിക്കണം. എത്ര സുഖമായി ഉറങ്ങി പറയില്ലേ? ഉണർങ്ങുന്ന സമയത്ത് അനുഭവിച്ച ആനന്ദമാണ് നമുക്ക് ഉണർന്ന സമയത്തിൽ നമ്മൾ സ്മരിക്കണതേ. ആ അനുഭവമാണ് നമുക്ക് ആനന്ദം. അപ്പോൾ അനുഭവം നമുക്ക് ഈ ഓർമ്മ തരുന്നുണ്ടല്ലോ, സുഖമായി ഉറങ്ങിന്ന്. ആ സുഷുപ്തി സമയത്തുണ്ടായ ആനന്ദം ആത്മസ്വരൂപമാണ്. ആലോചിച്ച് നോക്കൂ, അവിടെ അല്ലാണ്ട് ഒന്നുമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ദേഹമില്ല, ഇന്ദ്രിയങ്ങളില്ല. അപ്പം നമുക്ക് അനുഭവപ്പെടുന്നത് എവിടുന്ന് കിട്ടുന്ന ആനന്ദമാണ്? ആത്മസ്വരൂപമായിട്ടുള്ള ആനന്ദം. അപ്പോൾ ഈ നമ്മുടെ ധർമ്മങ്ങളുള്ള ഈ ബുദ്ധിവൃത്തികൾ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ആനന്ദം അനുഭവപ്പെടുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ ബുദ്ധിവൃത്തികളാണ് സംസാരത്തിന് കാരണം എന്ന്. എല്ലാ ദിവസവും നമുക്ക് രാത്രി അതറിയാം.
ഡീപ്പ് സ്ലീപ്പ് കിട്ടിയ രാത്രി മുഴുവൻ നമുക്ക് ഈ ബുദ്ധിയോ ദേഹമോ ഇന്ദ്രിയങ്ങളോ ഒന്നുമില്ലാത്ത സുഷുപ്തിയിൽ ഉറങ്ങുമ്പോൾ നമ്മളെ ആ ഒരു എന്തൊന്നില്ലാത്തൊരു സുഖം അനുഭവിക്കേണ്ട. വെളിച്ചാകുമ്പോൾ ഓർമ്മയും വരുന്നുണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാം. വെളിച്ചാകുമ്പോൾ അങ്ങനെ ഒരു സുഖം നമുക്ക് കിട്ടില്ല, അത്ര ഒരു സുഖം. ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ആത്മസുഖം, അത് നമുക്ക് ഒരിക്കലും ഉണർന്നാൽ കിട്ടുന്നില്ല. അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഓർമ്മയുണ്ട്, അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ബുദ്ധിവൃത്തികൾ മാത്രമാണ്, അതായത് ഈ ദ്വന്ദ്ങ്ങൾ മാത്രമാണ് നമ്മുടെ സംസാര കാരണമെന്ന്. നമുക്ക് എന്നും രാത്രി ലഭിക്കുന്ന സുഷുപ്തിയിൽ കിട്ടുന്ന ആത്മാനന്ദം നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ ഇല്ല. പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ അത് ഓർമ്മയുണ്ട്, നമുക്ക് സുഖമായി ഉറങ്ങിയെന്ന് പറയണം അല്ലേ. അപ്പോൾ അതിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. അതുപോലൊരു സുഖം നമുക്ക് ഉണർന്നിട്ട് കിട്ടുന്നില്ല ബുദ്ധിവൃത്തികൾ ഉള്ള സമയത്ത്. അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ബുദ്ധിവൃത്തികൾ തന്നെയാണ് നമ്മുടെ ഈ സംസാരത്തിന് കാരണം, സംസാരത്തിൻ്റെ പ്രതീതിക്ക് കാരണം നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ നിർത്താം. 39 ഒന്നും കൂടി വായിച്ചിട്ട്, ഇച്ഛാതിരാഗാദി സുഖാദി ധാർമ്മിക സദാധിയ സംസൃതി ഹേതവ പരേ യസ്മാത് പ്രസുപ്തൗ തദഭാവത പരേ. അതായത് ബുദ്ധിവൃത്തികളില്ല, അഭാവമാണ് പ്രസുപ്തിയിൽ. സുഷുപ്തിയിൽ തദഭാവത, അതായത് ബുദ്ധിവൃത്തികളില്ല. പരഹ, അപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. സുഖസ്വരൂപേണ വിഭാവ്യദേഹിന, അപ്പോഴാണ് നമ്മളിത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ശരിക്കന്നെ ബുദ്ധിവൃത്തികളാണ് നമ്മുടെ സംസാരകാലം നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ പരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.